ഹായ് ഫ്രണ്ട്സ്, സീറോ മലബാർ സഭ വിഷയത്തിൽ ഒരു വീഡിയോ കൂടി ചെയ്തേക്കാമെന്ന് കരുതുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്ന പല കമൻറ്റുകളും വീഡിയോകളും ഒക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായൊരു വിഷയം, അവരെല്ലാം പറയുന്നത് എത്രയും പെട്ടെന്ന് സീറോ മലബാർ വിഷയം പരിഹരിക്കണം, ഏകീകൃത കുർബാന നടപ്പിലാക്കണം, സമവായ കുർബാനയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു അഭിപ്രായമാണ് മിക്കവാറും എല്ലാവരും പറഞ്ഞു കണ്ടത്. പക്ഷേ നോക്കുമ്പം അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നും എല്ലാവർക്കും. പക്ഷെ നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിയുമ്പോൾ സീറോ മലബാർ സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി രൂപതയ്ക്കുള്ളിൽ അച്ഛന്മാരുടെ ഇടയിൽ വന്നിരിക്കുന്ന പൈശാചിക ബന്ധനത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെയാണ് നിങ്ങളത് പറയുന്നത്. സാത്താൻ ആദ്യം മുതലേ നോയൻ്റെ രാജാവുമാണെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അവൻ അത്ര തന്ത്രശാലിയും ശക്തനുമാണ്. നമ്മളിതൊക്കെ ചെയ്യുമെന്നൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ട് സാത്താൻ അറിയാം. 10,000 വർഷങ്ങളായിട്ട് സാത്താൻ മനുഷ്യരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ സാത്താൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത്ര നിസ്സാരവൽക്കരിച്ച് ഇതിൻ്റെ അകത്ത് ഈ പ്രശ്നത്തെക്കുറിച്ച് കാണേണ്ട കാര്യമില്ല. ഇത് വളരെ സീരിയസ് ആണ്. കാരണം അച്ഛന്മാരൊക്കെ ആഴത്തിൽ സാത്താനുമായിട്ട് രമ്യതപ്പെട്ടു പോയി. അത് സാത്താൻ്റെ കുർബാന അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയ സാത്താനിക വൈനൊക്കെ അവരുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. സാത്താൻ സഭക്കാർ എങ്ങനെയോ ശക്തമായിട്ട് ഈ അച്ഛന്മാരെയൊക്കെ സ്വാധീനിച്ച് അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ സാത്താനികമായിട്ടുള്ള പൂജ ചെയ്ത് അശുദ്ധമാക്കിയ തിരുരക്തമൊക്കെ അവർ പാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ ഈ പൈശാചിക ബന്ധനം അവരുടെ ഉള്ളിൽ വേര് മുതൽ വന്നു കഴിഞ്ഞു. ഇനി അത് ഒറ്റപ്പെട്ടെന്ന് നമുക്ക് പറിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു പൈശാചിക ബന്ധനമാണ്. സമയമെടുത്ത് തന്നെ മുറിവുകൾ ഉണക്കണം. അത് തന്നെയാണ് വേണ്ടത്. അപ്പം നമ്മൾ തിരക്ക് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് സാത്താനെ അവൻ്റെ വേരിലിൻ്റെ അടിയിൽ ചെന്നിട്ട് അവിടം തൊട്ട് അത് മുറിച്ച് കളയണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നം വളരെ രമ്യമായിട്ട് പ്രശ്നം. നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ ഓടിച്ചെന്ന് കഴിയുമ്പോഴത്തേക്കും സാത്താൻ 1 അടി 2 അടി പിന്നോട്ട് വെച്ചേച്ച് ഒന്ന് പുഞ്ചിരിച്ചിട്ട് അങ്ങ് മാറി നിൽക്കും. വരുന്നത് കാണാവുന്നവർക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ വീണ്ടും സാത്താൻ 3 അടി മുന്നോട്ട് കയറി വരും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാത്താനെ നമ്മൾ അവൻ്റെ താവളത്തിൽ ചെന്ന് അവനെ നശിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പേരിൻ്റെ അടി വരെ ചെന്നിട്ട് വേണം. അടിപേര് വരെ മാന്തിയാൽ സാത്താൻ പോകത്തുള്ളൂ. അല്ലെങ്കിൽ സാത്താൻ ഒരു ശകലം പേരുണ്ടെങ്കിൽ അവിടുന്ന് സാത്താൻ പടുമുള മുളച്ച് വീണ്ടും കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 1-1.5 വർഷം എടുത്തോട്ടെ പയ്യെ ചർച്ച ചെയ്തിട്ട് തന്നെ തീരുമാനിച്ചാൽ മതി. ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് ഈ ആർക്കൊക്കെയാണ് പൈശാചിക ബന്ധനം വളരെ ശക്തമായിട്ടുള്ള അച്ഛന്മാരാരാണെന്ന് മൽമാരെ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ഇവരെ നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഏറ്റവും കൂടുതൽ പൈശാചിക ബന്ധനമുള്ള ആൾക്കാരാരാണെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് 1, 2, 3 ഇങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് ആ ലിസ്റ്റിന്മേൽ നമ്മളൊരു ടാർഗറ്റ് ഇട്ട് വേണം ചെയ്യാനായിട്ട്.